സിബിൻ, പൂജ, അഭിഷേക്, സായി എന്നിവരിരുന്ന് സംസാരിക്കാണ്. അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനാണ്. സത്യത്തിൽ വൈൽഡ് കാർഡായി വന്നവരുടെ എല്ലാവരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനും തന്നെയാണ്. അവരെങ്ങനെയെങ്കിലും പിരിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നില്ല, ഇവർ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു എന്നുള്ള രീതിയിൽ അവരെ പിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവർ പിരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ അവരുടെ കൂടെ നിൽക്കും. അപ്പൊ പ്രേക്ഷകർ അവരെ കൂടെ നിർത്താത്ത രീതിയിൽ വേണം അവർ പിരിയാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ വീട്ടിലുള്ള എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് സിബിൻ നടത്തുന്നത് അത് തന്നെയാണ്. അവിടെ ജാസ്മിന്റെ അടുത്ത് പോയിട്ട് സിബിൻ പരമാവധി പാര വെച്ച് കൊടുക്കുന്നുണ്ട്. പരമാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി. അപ്പൊ സിബിൻ അവിടെ ഇരുന്ന് പറയാണ്, ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് ഇതുവരെ ഗെയിം കളിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഗെയിം കണ്ട ഞാൻ വിചാരിച്ചിരുന്നത് ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രി ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ജാസ്മിൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഗബ്രിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത്. അതുപോലെ തന്നെ ഗബ്രി പുറത്തു പോയി കഴിഞ്ഞാൽ ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുമെന്നാണ് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇതിനുള്ളിൽ വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജാസ്മിൻ പുറത്തു പോയാലും ഗബ്രി എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ഗെയിം കളിക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ ഗബ്രി പുറത്തു പോയി കഴിഞ്ഞാൽ ജാസ്മിന് പിന്നെ ഗെയിമേ ഇല്ല. ജാസ്മിൻ വെറും മണ്ടിയാണ്. ജാസ്മിന് പിന്നെ കളിക്കാനായിട്ട് ഒരു ഗെയിമും ഇല്ല എന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് സിബിൻ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ പൂജയും സായിയും എല്ലാവരും ഇത് ശരിവെക്കുന്നുണ്ട്. ജാസ്മിനും ഇവരൊക്കെ കളിക്കുന്ന ആ ഗബ്രിയും കൂടി കളിക്കുന്ന ആ ഗെയിം എന്ന് പറയുന്ന ആ ഒരു ഗെയിം എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും ഒക്കെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കപ്പെടാണ്. വീട്ടുകാരെ പോലും വലിച്ചഴച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പൂജ പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാസ്മിനെയും ഗബ്രിയെയും തെറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്.